ഇന്ന് ഇഡ്ലിക്കും ദോശയ്ക്കും ചപ്പാത്തിക്കും പൂരിക്കും പറ്റിയൊരു കറി കേട്ടോ. 4 സവോള എടുത്ത് വെച്ചിട്ടുണ്ട്, 2 ഉരുളക്കിഴങ്ങാണ് എടുത്ത് വെച്ചേക്കണേ. പിന്നെ ഇവിടെ ഒരു തക്കാളി, 4-5 പച്ചമുളക്, ഒരു വലിയ കഷ്ണം ഇഞ്ചി. നമുക്ക് ആദ്യം ഉരുളക്കിഴങ്ങ് നല്ലോണം കഴുകിയിട്ട് അത് നടുകെ കീറിയിട്ട് നമുക്ക് കുക്കറിലിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ ആവശ്യത്തിനായുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഉരുളക്കിഴങ്ങ് മുങ്ങൊന്നും വേണ്ട, ഒരു പകുതി വെള്ളം ഒഴിച്ചാൽ മതി. ഇനി നമുക്ക് അടച്ചിട്ട് കുക്കർ അടച്ചതിന് ശേഷം മീഡിയത്തിൽ നമ്മൾ സ്റ്റൗ വെക്കണം കേട്ടോ. എന്നിട്ട് 4 വിസിൽ. അപ്പോൾ 4 വിസിൽ വന്നു, ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തു. ഇനി തണുത്ത് കഴിഞ്ഞാൽ തൊലി കളഞ്ഞ് വെക്കാം ഉരുളക്കിഴങ്ങ്. ഇവിടെ സവോളയും തക്കാളിയും ഇഞ്ചിയും പച്ചമുളകൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഉരുളക്കിഴങ്ങ് തൊലി കളഞ്ഞ് വെച്ചു. ഇനി നന്നായിട്ട് ഉടച്ചെടുക്കണം. ഇവിടെ ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ചു. അത് ചൂടായപ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്ത്. അതായത് കുക്കിംഗ് ഓയിലായാലും കുഴപ്പമില്ല. നമ്മൾ അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തു. കടുക് പൊട്ടിയപ്പോൾ നമ്മളതിലേക്ക് കീറി വെച്ച പച്ചമുളകും ചെറുതായിട്ട് അരിഞ്ഞ് വെച്ച ഇഞ്ചി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്യുക കേട്ടോ. അതൊന്ന് ഫ്രൈ ആയിക്കഴിഞ്ഞാൽ നമ്മൾ അതിലേക്ക് നമ്മുടെ സവോള അരിഞ്ഞ് വെച്ചില്ലേ അത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. സവോള പെട്ടെന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ട് 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കുക. സവോള ഒരു ട്രാൻസ്പെറൻ്റ് ആയാൽ മതി. അതിന് ശേഷം നമുക്ക് മറ്റുള്ള മസാലകൾ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ സവോള ഒരുവിധം ട്രാൻസ്പെറൻ്റ് ആയിട്ടുണ്ട്. അതിലേക്ക് കറിവേപ്പില കുറച്ച് ചേർത്ത് കൊടുത്തു. ഇനി നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ്. മഞ്ഞൾപ്പൊടി ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മഞ്ഞൾപ്പൊടിയുടെ മണം പോകുന്നവരെ നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. നമ്മളതിലേക്ക് ചേർക്കുന്നത് തക്കാളി കേട്ടോ. നമ്മൾ ഒരു തക്കാളി എടുത്തിട്ടുള്ളൂ. അധികം പുളി വേണ്ട ാണ്. പുളി കൂടുതൽ ഇഷ്ടമുള്ള ആൾക്കാർക്ക് 2 തക്കാളി ചേർക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ 1 തക്കാളിയാണ് ചേർത്തത്. നന്നായിട്ട് ഇളക്കി തക്കാളി വഴന്ന് വന്നപ്പോൾ നമ്മളതിലേക്ക് ഉടച്ച് വെച്ച് ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുത്തു. നമുക്കൊന്ന് നന്നായിട്ട് ഇളക്കി ഒന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് വെള്ളം ചേർക്കാം. അപ്പോൾ ആവശ്യത്തിന് ചെറിയ ചൂടുവെള്ളമാണ് ഞാൻ ചേർത്തത്. നമുക്ക് ഗ്രേവി ആവശ്യമുണ്ടല്ലോ, അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. നമ്മൾ സാധാരണ പൂരി മസാല ഉണ്ടാക്കില്ലേ അതേപോലെ തന്നെയാണ്, എന്നാലും ഇതൊരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് ചേർക്കുന്നുണ്ട്. ഇനി നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. അപ്പോൾ ഞാൻ ഒന്ന് അടച്ച് വെച്ച് ഒരു 6-7 മിനിറ്റ് വരെ വേവിക്കാം കേട്ടോ. അതിനിടയിൽ ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ കടലമാവ് എടുത്തിട്ട് ചെറുതായിട്ടൊന്ന് വെള്ളത്തിൽ കലക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു 3 ടേബിൾ സ്പൂണും വെള്ളം ഒഴിച്ചിട്ടുണ്ടാവും. ഒഴിച്ചതിന് ശേഷം നമ്മൾ തീരെ കട്ടയില്ലാണ്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. വെള്ളം പോരെങ്കിൽ കുറച്ചും കൂടി 1 സ്പൂണും കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പാകം കണ്ടില്ലേ, നമ്മുടെ ദോശമാവിൻ്റെ പരുവത്തിലായിട്ട് നമ്മൾ ഇളക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ കറി ഇവിടെ നല്ലോണം തിളച്ച് കുറുകി വന്നിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് നമ്മൾ കലക്കി വെച്ച് കടലമാവ് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ കടലമാവ് ചേർത്ത് കൊടുത്തു. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ നമ്മുടെ കറി തയ്യാറായി. എല്ലാവരും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഈ സമയത്ത് ഉപ്പിൻ്റെ ടേസ്റ്റ് നോക്കിയിട്ട് ഉപ്പ് പോരെങ്കിൽ കുറച്ച് ചേർക്കുക. ഇത് നല്ല എളുപ്പമാണ്. അതുമല്ല കടലമാവ് ചേർക്കണോണ്ട് വളരെ കുറച്ചല്ലേ ചേർക്കണുള്ളൂ. നമ്മുടെ കറി നന്നായി കുറുകി വരും. പിന്നെ വെള്ളം വേറെ നിൽക്കില്ല. അതാണ് അതിൻ്റെ പ്രത്യേകത. നല്ല സ്വാദുമാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് അഭിപ്രായം പറയണം. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ.